ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് വരാല് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരില്ലേ, 1-2 സ്പോട്ട് ഇവിടെ നമ്മുടെ കുറേ പാടങ്ങളും തോടുകളും ഉണ്ടെങ്കിലും അവിടെയൊന്നും നമ്മൾ ഫ്രോഗിൽ കാസ്റ്റ് ചെയ്ത് കിട്ടില്ല. അത് കുറച്ച് തോടുകളിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെവിടേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെയാണ് കാസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ. എന്തായാലും നമ്മൾ കുറേ നാളായി കാസ്റ്റിംഗ് ഒക്കെ ഉപേക്ഷിച്ചിട്ട്. പക്ഷേ ഗൈസ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് കമൻറ്റ് വരുന്നുണ്ട്, ചേച്ചി കാസ്റ്റ് ചെയ്തിട്ട് മീൻ പിടിക്കുന്നു. അപ്പം എനിക്ക് തോന്നി ഗൈസ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വരാല് പിടിക്കുന്നത് വരെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും ഗൈസ്, ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെ ഫ്രോഗും നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോയാൽ മാത്രം മതി. ഇപ്പോൾ സമയം 5:30 ആയിട്ടോ. അപ്പം ഞാൻ കുറേ കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടാണ് കാസ്റ്റ് ചെയ്താൽ മീൻ കിട്ടുള്ളൂ, വരാലൊക്കെ അടിക്കുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ സമയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് കാസ്റ്റ് ചെയ്താലോ. നമ്മൾ കാസ്റ്റ് ചെയ്യണേ മുന്നായിട്ട് കുരുത്തിയിട്ട് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കുരുത്തിയിട്ടപ്പോൾ 2 നമ്മൾക്ക് കടുമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ സ്പോട്ടിൽ നമ്മൾ കുരുത്തിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് മീൻ കിട്ടുമല്ലോ. ഈ ഒരു സൈഡിലൊരു തോടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ കൂടുതൽ പേരും കാസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് അറിയാച്ചാൽ ഇവിടെ കുറേ പുല്ലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും നമ്മൾക്ക് ഇവിടെ കാസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ സൈഡ് നമ്മളിതുവരെ മീനൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്താവും മീൻ കിട്ടണമെന്ന് ഞാൻ കുറേ നാളത്തെ ആഗ്രഹമാണ്. നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ കമൻറ്റ് വന്നത് ഈ സൈഡിൽ കൂടെ വലിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ തന്നെ വലിക്കാം കേട്ടോ. ഗൈസ് ആ പച്ച കളർ സംഭവം കാണുന്നുണ്ടോ, അതാണ് കേട്ടോ നമ്മുടെ ഫിഷ് ട്രാപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ കയറ് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അധികം താഴ്ച ഇല്ലാത്തതുകൊണ്ടാണ് മേലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മീൻ അങ്ങനെ പൊളക്കണമായിട്ടോ അങ്ങനെ ഉള്ളിൽ പോകണതൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ ഇട്ടിട്ട് എന്തായാലും ഒരു അരമണിക്കൂർ ആവാറായിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ കുറേ ചെറിയ പൊടി മീനുകൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുരുത്തിയിട്ടിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. എന്തായാലും അതിൽ മീൻ ഉണ്ടാവുമോ എന്നുള്ളൊരു ആക്രാന്തം കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഗായ്സ് നമ്മൾക്ക് വിചാരിച്ചാലും കാട്ടി കൂടുതൽ വലിയ മീനല്ല, കുഞ്ഞു കുഞ്ഞു കുറേ മീൻ കിട്ടി കേട്ടോ. എന്തായാലും ഇത്രയും മീൻ, ഇത് കണ്ടോ പരലിൻ്റെ മീനും പിന്നെ വേറെ ഏതിൻ്റെയോ കുട്ടികളൊക്കെയാണ് കേട്ടോ. ഇത് ഇത്രയും ഒരു ബക്കറ്റ് ഫുള്ള് മീൻ കേട്ടോ. ഗായ്സ് നമ്മൾ വലിയ മീനാണ് പ്രതീക്ഷിച്ചെങ്കിലും കുഞ്ഞത് മീൻ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇവന്മാർ ഇതിൽ തന്നെ വിടാട്ടോ. കാരണം ഈ ചെറിയ മീൻ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലാത്തതുകൊണ്ട് എല്ലാത്തിനെയും ഞാൻ തോട്ടിൽ കളഞ്ഞു കേട്ടോ. വലിയ മീൻ പ്രതീക്ഷിച്ചിട്ട് ചെറിയ മീനുകൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി നമുക്ക് കുരുത്തിട്ട് നോക്കാമെന്ന്. ഇത് വേറൊരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ ആ പാലത്തിൻ്റെ അപ്പുറത്താണ് ഇട്ടത്. ഇത് വേറെ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഇട്ട് വെച്ചേക്കുന്നത്. ഇനി ഇതിലെന്തായാലും വലിയ മീൻ കുടുങ്ങും അല്ലേ ഗൈസ്. ഇന്ന് നമ്മൾ കാസ്റ്റിംഗ് അവസാനിപ്പിച്ചു. നമ്മളിന്ന് കുറേ ദൂരം നടന്ന് അവിടെ വരെ പോയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തു. കാസ്റ്റിംഗ് ഒക്കെ ഇന്നത്തെ കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഗൈസ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും സംസാരിച്ചില്ല, കാരണം ഞാൻ അത്രയ്ക്കും സീരിയസ് ആയിരുന്നു ഗൈസ്, അത്രയ്ക്കും സീരിയസ്. നമ്മൾക്കൊരു മീൻ പിടിക്കണം, സോ നമ്മൾ സംസാരിച്ചാൽ മീനൊന്നും വരില്ലേ എന്നുള്ള ഡൗട്ട് കൊണ്ടാണ് അമ്മേ ഞാനിന്ന് വീഡിയോ എടുക്കുമ്പോൾ സംസാരിക്കാണ്ട് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മീൻ പിടിച്ചു കേട്ടോ. ഇന്ന് നമ്മളില്ലേ ഈ ഒരു പോർഷനും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അറ്റം വരെ അവിടെ ഒരു കുഞ്ഞു ഷെഡ് കാണുന്നുണ്ട് കേട്ടോ. ആ ഷെഡ് അവിടെ വരെ ഇന്ന് നമ്മൾ 2 സൈഡും കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഇന്നൊന്നും കിട്ടിയില്ല കേട്ടോ. എന്തായാലും ഇന്ന് നമ്മളിവിടെ ചെയ്തു. ഇനി നാളെ നമ്മൾ അവിടെ ഒരു വലിയൊരു തോട് ആ അറ്റം വരെ പോണ്ട്. അവിടെ വരെ നമ്മൾക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾക്ക് ആ ഒരു തോട് നമ്മൾക്ക് നാളെ നോക്കാം കേട്ടോ. ഇന്ന് കാര്യമായിട്ട് മീനോ അതുപോലെ തന്നെ സ്ട്രൈക്കോ ഒന്നും കിട്ടിയില്ലെങ്കിലും
ഓക്കെ, നമ്മൾ കുറച്ചുകൂടി കാസ്റ്റിങ്ങിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്ന് എനിക്കൊരു തോന്നൽ ഗൈസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ കുരുത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും മീൻ കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണത്. ഉണ്ടോ വല്ല മീൻ? നോക്കട്ടെ, എനിക്ക് ആദ്യം തലയിട്ട് നോക്കണം, എന്നാലേ സമാധാനം കിട്ടുള്ളൂ. ഒരു മീനും ഇല്ലല്ലോ. വീണ്ടും കുറേ കുട്ടി മീനുകൾ. ഇതിൽ നമ്മൾക്ക് കുറേ ചെറിയ മീനുകളാണ് കേട്ടോ കിട്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഈ വലിയ മീൻ കിട്ടാത്തതെന്നാണ് ഗൈസ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വലിയ മീൻ ഈ കുരുത്തിയിൽ പെട്ടിട്ട് തിരിച്ച് ഓടുന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ചെറിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് കുരുത്തിയാണ് ഗൈസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോട്ട മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ഇവന്മാരിനെ വീട്ടിലേക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ വരാലിന് നമ്മൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പിടിച്ചത്. നമ്മൾ ഫസ്റ്റ് ടൈം പിടിച്ചതൊക്കെ നമ്മൾ തിരിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.